ബട്ടർ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് 1.5 കിലോ ചിക്കൻ, അതുകൂടാതെ 1 കപ്പ് തൈര്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഓരോ ടീസ്പൂൺ വീതം എടുക്കുക. അതുകൂടാതെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റും നമുക്ക് ചേർക്കാം. ചേരുവകളെല്ലാം നന്നായി ചേർത്ത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ നേരത്തേക്ക് വെക്കുക. ഉപ്പ് ടേസ്റ്റിനനുസൃതമായി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ എല്ലാ ചേരുവകളും ചിക്കൻ്റെ കൂടെ കൂട്ടി നന്നായി ചേരുവകൾ ചേർത്ത് വയ്ക്കുക. നമുക്ക് വേണ്ട മറ്റു ചേരുവകൾ 3 വലിയ തക്കാളി, 3 വലിയ ഉള്ളി, കാഷ്യൂ 15 to 20 പീസസ്, 2 പച്ചമുളക്, 2 ഇഞ്ചി നീളത്തിലുള്ളൊരു ഇഞ്ചി കഷ്ണം, 10-12 വെളുത്തുള്ളി എന്നിവയാണ്. ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. സ്റ്റവിൽ ഒരു പാൻ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ നന്നായി വേകാൻ വേണ്ടി 2 പാർട്ടായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തത്. ഇടയ്ക്ക് തിരിച്ച് ഇട്ടത് വേവിക്കുക. വേറൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കി അതിൽ നേരത്തെ കാണിച്ച കാഷ്യൂ ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ ചോപ്പ് ചെയ്ത സവാളയും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നന്നായി വേകാൻ അനുവദിക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. വീണ്ടും 1 ടീസ്പൂൺ ബട്ടറും അതിൻ്റെ കൂടെ മുറിച്ച് വെച്ച തക്കാളിയും ചേർത്ത് പച്ചമണം മാറിക്കിട്ടാൻ 2 മിനിറ്റ് ചൂടാക്കാം. അല്പം ചൂടുവെള്ളം ഒഴിച്ച് മൂടി വയ്ക്കുക. നന്നായി വെന്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം.
ഇനി നമുക്ക് പാനിലേക്ക് 2 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ചൂടായി വരുമ്പോൾ മിക്സിയിലുള്ള മിശ്രിതം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കസ്തൂരി മേത്തിയാണ്. നന്നായി കൈകൊണ്ട് ഞെരടി ഇതിൽ ആഡ് ചെയ്യുക. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി അല്പം ക്രീമും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിരുന്ന ചിക്കൻ പീസുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗ്രേവിക്ക് വേണ്ടി ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളവും ചേർക്കാവുന്നതാണ്. സോ നമ്മുടെ വായിൽ കപ്പലോടിക്കാൻ ഭാഗത്തിൽ നാവിൽ വെള്ളമൂറും ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ക്രീം കൊണ്ട് ചെറുതായി ഒരു ഡെക്കറേറ്റ് ചെയ്യാം. അവസാനമായി മല്ലിയില, ഇത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാൻ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നിങ്ങളും ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ ഇടുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും ഇടാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വളരെ വേഗം കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.